സഹചരെ ഞാനെന്നും സ്നേഹിച്ചു, അവരുയരാ നന്നായി യത്നിച്ചു. പകലും രാവും ഞാൻ പ്രാർത്ഥിച്ചു, സമയം ഞാനേറെ പങ്കിട്ടു. എന്നെ തേടാനും കൂടെ നിൽക്കാനും വരുമല്ലോ അവരെന്നാശിച്ചു. പണമില്ലാതായി ബലമില്ലാതായി ആർക്കും വേണ്ട കറിവേപ്പിലയായി ദൈവത്തിൻ സ്നേഹമോർത്തു ഞാൻ. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 35 സങ്കീർത്തനം അതിൻ്റെ 10 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. യഹോവേ, നിനക്ക് തുല്യനാർ? എളിയവനും തന്നിലും ബലമേറിയവന്റെ കയ്യിൽ നിന്നും എളിയവനും ദരിദ്രനുമായവനെ കവർച്ചക്കാരുടെ കയ്യിൽ നിന്നും നീ രക്ഷിച്ചിരിക്കുന്നു എന്ന് എൻ്റെ അസ്ഥികളൊക്കെയും പറയും. കള്ളസാക്ഷികൾ എഴുന്നേറ്റ് ഞാൻ അറിയാത്ത കാര്യം എന്നോട് ചോദിക്കുന്നു. അവർ എനിക്ക് നന്മയ്ക്ക് പകരം തിന്മ ചെയ്ത് എൻ്റെ പ്രാണന് അനാഥത്വം വരുത്തുന്നു. ഞാനോ അവർ ദീനമായി കിടന്നപ്പോൾ രട്ടുടുത്തു. ഉപവാസം കൊണ്ട് ഞാൻ ആത്മതപനം ചെയ്തു. എൻ്റെ പ്രാർത്ഥന എൻ്റെ മാർവടത്തിലേക്ക് മടങ്ങി വന്നു. അവൻ എനിക്ക് സ്നേഹിതനോ സഹോദരനോ എന്ന പോലെ ഞാൻ പെരുമാറി. അമ്മയെക്കുറിച്ച് ദുഃഖിക്കുന്നവനെ പോലെ ഞാൻ ദുഃഖിച്ച് കുനിഞ്ഞു നടന്നു. അവരോ എൻ്റെ വീഴ്ചയെങ്കിൽ സന്തോഷിച്ചു കൂട്ടം കൂടി. ഞാൻ അറിയാത്ത അധമന്മാർ എനിക്ക് വിരോധമായി കൂടി വന്നു. അവരിടപെടാതെ എന്നെ പഴിച്ചു പറഞ്ഞു. ഇവിടെ വചനഭാഗം നമ്മൾ കേൾക്കുമ്പോൾ, യഹോവേ, നിനക്ക് തുല്യൻ ആർ? എളിയവനെ തന്നിലും ബലമേറിയവന്റെ കയ്യിൽ നിന്നും എളിയവനും ദരിദ്രനുമായവനെ കവർച്ചക്കാരുടെ കയ്യിൽ നിന്നും നീ രക്ഷിക്കുന്നു എന്ന് എൻ്റെ അസ്ഥികളൊക്കെയും പറയും എന്ന് പറയുമ്പോൾ, ഇത് ആരാണ് പറയുന്നത്? ഞാൻ തന്നെ പറയുന്ന എൻ്റെ അനുഭവം. ഹല്ലേലൂയ, സ്തോത്രം. ദാവീദ് രാജാവ് ഇവിടെ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭവമാണെങ്കിൽ, വിശ്വസിക്കുന്ന മക്കളെ, ഈ വചനത്തിലേക്ക് നോക്കിയാൽ എത്ര പേരുടെ അനുഭവമാണിത്. ഇത് വചനം നമ്മളോടല്ല പറയുന്നത്, ഇത് നമ്മുടെ ഹൃദയമല്ലേ ഇത് വായിക്കുന്നേ എന്ന് നമുക്ക് പറയത്തില്ലേ? അമ്മേ, സ്തോത്രം. മക്കളെ, ഇതേ അനുഭവത്തിൽ പോയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവർ തന്നെയാണ്. കർത്താവ് നമുക്ക് അനുകൂലമാണെങ്കിൽ പ്രതികൂലമായവൻ ആര്? പ്രതികൂലമായവർ ആര്? ദൈവമക്കളെ, പ്രതികൂല സാഹചര്യങ്ങൾ നമ്മൾ നടത്തുന്ന ദൈവം ജീവിക്കുന്ന ദൈവം, ജീവിപ്പിക്കുന്ന ദൈവം. ഈ ദൈവത്തെ അറിഞ്ഞത് തന്നെയാണ് എൻ്റെയും നിങ്ങളുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ അനുഗ്രഹം. ഒന്ന് തിരിച്ചറിയണം, എളിയവനും ദരിദ്രനുമായവനെ കവർച്ചക്കാരുടെ കയ്യിൽ നിന്നും നീ രക്ഷിക്കുന്നു എന്ന് എൻ്റെ അസ്ഥികളൊക്കെയും പറയും. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. അതെ, ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ എത്ര പേർക്ക് ഈ വചനം കടന്നു ചെല്ലുന്നു? അസ്ഥികളെ തുളച്ചു ചെല്ലുന്ന ഈ വചനം. ഹല്ലേലൂയ, സ്തോത്രം. നീ കേൾക്കുന്ന ദൈവമക്കളെ, ഇരുവാൾത്തല മൂർച്ചയുള്ള ഈ വാള് വായിക്കുന്നവരെയും കുത്തും, കേൾക്കുന്നവരെയും കുത്തും. എവിടെ കുത്തു വീഴുന്നുവോ അത് അഭിമാനത്തോടുകൂടി ആദരവോടുകൂടി, കർത്താവേ, തിരുവചനം ഇന്ന് എനിക്ക് വേണ്ടിയാണ് പറഞ്ഞതെന്ന് ആര് വിശ്വസിക്കുന്നുവോ അവിടെ ദൈവസാന്നിധ്യം വന്നു കഴിഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. വചനം നമ്മളെ കേൾപ്പിക്കുന്ന 11-ാം വാക്യം, കള്ളസാക്ഷികൾ എഴുന്നേറ്റ് ഞാൻ അറിയാത്ത കാര്യം എന്നോട് ചോദിക്കുന്നു. ഇതൊന്നും ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതികൂലമായിട്ട് എല്ലാവരും കടന്നു പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ ദൈവമക്കളെ. എല്ലാവർക്കും എല്ലാവരുടേതായിട്ടുള്ള ദുഃഖങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്. അവർക്ക് അവരുടേതായ ഉത്തരവാദിത്തങ്ങളുണ്ട്, ജോലിയുണ്ട്. പല മേഖലയിലായിരിക്കുന്ന പലരുടെയും അനുഭവത്തിൽ ഒരുപാട് പ്രയാസങ്ങളുടെയൊക്കെ നടുവിലൂടെയായിരിക്കും കടന്നു പോകുന്നത്. അപ്പോഴും ഇന്ന് വചനം കേട്ടതുപോലെ കള്ളസാക്ഷികൾ എഴുന്നേറ്റ് ഞാൻ അറിയാത്ത കാര്യം എന്നോട് ചോദിക്കുന്നു. ഈ കൂട്ടത്തിൽ ഇങ്ങനെയും കൂടെ ഒരു അനുഭവം കൂടെ വരുമ്പോൾ സഹിക്കാൻ പറ്റാത്തൊരനുഭവമുണ്ട്. അത് ഈ അനുഭവത്തിലൂടെ പോയിട്ടുള്ളവർക്കും മനസ്സിലാക്കാൻ പറ്റും. ദാവീദ് രാജാവ് ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. ആമേൻ, സ്തോത്രം. അവർ എനിക്ക് നന്മയ്ക്ക് പകരം തിന്മ ചെയ്ത് എൻ്റെ പ്രാണന് അനാഥത്വം വരുത്തുന്നു എന്ന വചനം സത്യമല്ല ദൈവമക്കളെ. അനാഥത്വം വരുത്തുക, നമ്മൾ ചിന്തിക്കാത്ത നമ്മൾ അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞ് എല്ലാവരും സന്തോഷിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മുടെയൊക്കെ ബന്ധങ്ങളും ബന്ധുമിത്രാദികളും ഒക്കെയാണ്. കണ്ടു നിൽക്കുന്നവർക്ക് ഇതെല്ലാവർക്കും ഒരു രസമായിട്ട് തോന്നാം. പക്ഷേ ആത്മതലത്തിൽ ചിന്തിക്കുന്ന സമയത്ത് ദാവീദ് തൻ്റെ അനുഭവത്തിലൂടെ ഇത് കുറിക്കുകയാണ്. അവരെനിക്ക് നന്മയ്ക്ക് പകരം തിന്മ ചെയ്ത് എൻ്റെ പ്രാണന് അനാഥത്വം വരുത്തുന്നു. ഞാനോ അവർ ദീനമായി കിടന്നപ്പോൾ രട്ടുടുത്തു. ദൈവത്തിന് സ്തോത്രം. അഭിമാനത്തോടെ പറയണം ദൈവമക്കളെ, ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോഴും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും കടന്നു വരുമ്പോഴും നമുക്ക് ദൈവത്തോട് പറയാം, അവർ ദീനമായി കിടന്നപ്പോൾ ഞാൻ രട്ടുടുത്തവർക്ക് വേണ്ടി
ഉപവാസം കൊണ്ട് ഞാൻ ആത്മതപനം ചെയ്തു. ദൈവത്തോട് പ്രാർത്ഥിക്കുകയായിരുന്നു. അവരുടെ ദീനം മാറാൻ, അവരുടെ സങ്കടം മാറാൻ, അവരുടെ പ്രശ്നങ്ങൾ മാറാൻ കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കുകയായിരുന്നു. ഇല്ലേ, എൻ്റെ പ്രാർത്ഥന എൻ്റെ മാർവിടത്തിലേക്ക് മടങ്ങി വന്നു. അവർ എനിക്ക് സ്നേഹിതനോ സഹോദരനോ എന്ന പോലെ ഞാൻ പെരുമാറി. അമ്മയെക്കുറിച്ച് ദുഃഖിക്കുന്നവനെ പോലെ ഞാൻ ദുഃഖിച്ച് കുനിഞ്ഞ് നടന്നു എന്നാണ് പറഞ്ഞത്. അത്രയ്ക്കും സ്വന്തമെന്ന് കരുതി ചേർത്ത് നിർത്തി അവർക്ക് വേണ്ടിയിട്ട് കരഞ്ഞു, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അവർക്ക് വേണ്ടി ഉപവസിച്ചു. ഇതൊരു കണക്ക് പറച്ചിലല്ല. അനുഭവത്തിലൂടെ പലരിൽ നിന്നും പല അനുഭവങ്ങൾ വരുമ്പോൾ, പലരിൽ നിന്നും പല പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർക്കറിയത്തില്ല. ആത്മാർത്ഥമായി കരുതിയിട്ടുള്ളവരുടെ മനസ്സ് ദൈവമക്കളെ എത്രയോ വലുതാ. അതറിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ മുമ്പിലാണ് ഇതെല്ലാം എണ്ണിപ്പറക്കി പറയുന്നത്. അമ്മയെക്കുറിച്ച് ദുഃഖിക്കുന്നവനെ പോലെ ഞാൻ ദുഃഖിച്ചു കുനിഞ്ഞു നടന്നു. അവരോ എൻ്റെ വീഴ്ചയെങ്കിൽ സന്തോഷിച്ചു കൂട്ടം കൂടി. പലപ്പോഴും പറയല്ലേ, ഒരു നേരത്തെ ആഹാരത്തിന് വഴിയില്ലാതിരുന്നപ്പോൾ, ആർക്കും വേണ്ടാതിരുന്നപ്പോൾ, കയറിക്കിടക്കാൻ ഇടവില്ലാതെ വന്നപ്പോൾ ഞാൻ അവരെ കൈത്താങ്ങി, ഞാൻ അവരെ കരുതി, ഞാൻ സഹായിച്ചു. ഞാൻ കഴിക്കാതെ അവർക്ക് കഴിക്കാൻ കൊടുത്തു. ഞാൻ കിടക്കാതെ അവർക്ക് കിടക്കാൻ പാർപ്പിട സൗകര്യം കൊടുത്തു. എൻ്റെ ഒരുപാട് ആവശ്യങ്ങളെ ഞാൻ മാറ്റിവെച്ച് അവരെ ഞാൻ കരുതി. പക്ഷേ ഇതാ, അതിനം കേട്ടോ, അവരോ എൻ്റെ വീഴ്ചയെങ്കിൽ സന്തോഷിച്ച് കൂട്ടം കൂടുന്നു. ഒരു വീഴ്ച വന്നപ്പോൾ സന്തോഷിച്ചൊരു കൂട്ടം കൂടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊന്നും സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കും. തൊട്ടു മുമ്പ് പറയുന്നൊരു കാര്യമുണ്ട്. അവരുടെ വീഴ്ചയെങ്കിൽ അവർ ദീനമായി കിടന്നപ്പോൾ രട്ടെടുത്തു, ഉപവാസം കൊണ്ട് ആത്മതപനം ചെയ്തു. അവർ അമ്മയെക്കുറിച്ച് ദുഃഖിക്കുന്നവനെ പോലെ ഞാൻ ദുഃഖിച്ച് കുനിഞ്ഞു നടന്നു. ഇങ്ങനെയൊക്കെ ഒരുപാട് കരുതിയവർക്ക് പറയാൻ പറ്റും. ഇത് ഏറ്റുവാങ്ങിയവർ നന്ദിയില്ലെങ്കിൽ അവരതറിയല. നന്ദിയുള്ളവർക്ക് തീർച്ചയായിട്ടും എൻ്റെ ഇല്ലായ്മയുടെ നടുവിൽ എന്നെ കരുതിയവരാണെന്നൊരു ചിന്താഗതി ഉണ്ടാവും. ഞാനൊന്നും അല്ലാതിരുന്നപ്പോൾ എന്നെ താങ്ങി, എന്നെ കരുതി, എന്നെ സഹായിച്ചു. എന്തെങ്കിലും ഞാൻ ആയിട്ടുണ്ടെങ്കിൽ അവരുടെയൊക്കെ കരുതൽ എനിക്കുണ്ടായിരുന്നു, അവരുടെയൊക്കെ സഹായം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സങ്കടപ്പെടുത്തുകയല്ല ദൈവമക്കളെ. അറിഞ്ഞോ അറിയാതെയോ അവരുടെയൊക്കെ പക്ഷത്ത് വന്ന ഈ തെറ്റുകുറ്റങ്ങൾ നമുക്ക് സഹിക്കാൻ പറ്റാത്തതായിരിക്കാം. പക്ഷേ അവരെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. അവരും ഈ ദുഃഖം ഒരിക്കലും അവരറിയരുത്. നമ്മളൊക്കെ അനുഭവിച്ച ഈ ദുഃഖങ്ങൾ അവർ ഒരിക്കലും അനുഭവിക്കരുത്. അതൊന്നും സഹിക്കാൻ പറ്റാത്തതാണ്. നമ്മൾ സഹിക്കാൻ ഇടയായത് നമ്മുടെ കഴിവല്ല, ദൈവം നമ്മളെ നിർത്തിയതുകൊണ്ട് മാത്രമാണ്. ആമേൻ, ദൈവത്തിന് സ്തോത്രം. നമ്മുടെ വചനം, അവരോ എൻ്റെ വീഴ്ചയെങ്കിൽ സന്തോഷിച്ച് കൂട്ടം കൂടി. ഞാൻ അറിയാത്ത അധമന്മാർ എനിക്ക് വിരോധമായി കൂടി വന്നു. അവർ ഇടവിടാതെ എന്നെ പഴിച്ചു പറഞ്ഞു എന്നാണ് വചനം. പഴിയും ദുഷിയും കേട്ട് മടുത്തിരിക്കുന്ന ദൈവമക്കളെ, നമ്മളെ കൈത്താങ്ങും, നമ്മളെ കരുതും എന്നൊക്കെ നമ്മളെ പ്രതീക്ഷിച്ചവരൊക്കെ കൂട്ടം കൂടുന്നവരുടെ കൂടെ നിന്ന് നമ്മളെ പഴിച്ചു പറഞ്ഞ അനുഭവങ്ങൾ, അതൊക്കെ ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്, തളർന്നു പോകുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിലെ അനുഭവിച്ച കാര്യങ്ങളത്രേ. ഈ വചനം കേൾക്കുമ്പോൾ ഇതിന് സമാനമായ പാതയിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലുമൊക്കെ ഇതിനകത്ത് കാണും. ആരെങ്കിലും എന്ന് പറയുമ്പോൾ കർത്താവിന് പ്രിയമുള്ളവർ, ഹല്ലേലൂയ, സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കഷ്ടതയുടെയും കണ്ണീരിൻ്റെയും നടുവിലൂടെ പോയിട്ടുള്ളവർക്ക് മാത്രമേ അത്തരത്തിൽ വരുന്നവരെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാനും പ്രാർത്ഥിക്കാനും പറ്റുള്ളൂ. അതുകൊണ്ട് തളർന്നു പോകാതെ ഈ കഷ്ടത എനിക്ക് ഏറ്റവും ഗുണമായിരുന്നു എന്ന് പറയാൻ ഇടയാകട്ടെ. എങ്കിലും നമ്മളെല്ലാവർക്കും വേണ്ടി എല്ലാവരെയും കരുതിയപ്പോഴും നമ്മളെ കരുതും എന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ ഒരു വീഴ്ച വന്നപ്പോൾ നമ്മുടെ വീഴ്ചയെങ്കിൽ അവർ സന്തോഷിക്കുകയായിരുന്നു. അതും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സങ്കടത്തിന് ഇടവരും. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സാരമില്ല. നമ്മളൊക്കെ ഈ വചനമൊക്കെ കേൾക്കുമ്പോൾ, ദാവീദ് രാജാവ് തൻ്റെ അനുഭവത്തിലൂടെ ഇതൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ നമ്മളും ആ പാതയിലൂടെ തന്നെയാണ് ഒരുപക്ഷെ പൊയ്ക്കൊണ്ടിരിക്കുന്നതെങ്കിലും ഒന്ന് മനസ്സിലാക്കണം, കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. കർത്താവ് നമ്മളെ തള്ളിക്കളത്തിൽ ഉപേക്ഷിക്കത്തില്ല. കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കാൻ, ഈ ദൈവം നമ്മളെ കരുതുന്ന പോലെ കരുതുവാൻ ആർക്കും പറ്റില്ല ദൈവമക്കളെ, ആർക്കും പറ്റില്ല. പക്ഷേ ആ സ്നേഹം അനുഭവിക്കുന്ന നമുക്ക് പറ്റും. നമ്മളെ എത്രത്തോളം നിന്ദിച്ചാലും പഴിച്ചാലും ദുഷിച്ചാലും നമ്മുടെ അരികത്ത് വരുമ്പോൾ ചേർത്ത് നിർത്താനൊരു മനസ്സ് നമുക്കുണ്ടാകട്ടെ. എന്തിനാണ് എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത്, എന്തിനാണ് എന്നെ ഇങ്ങനെ ചെയ്തെന്ന് ചോദിക്കാനൊരു മനസ്സൊരിക്കലും ഉണ്ടാകാതിരിക്കട്ടെ. ഈ ദൈവസ്നേഹം നമ്മളിലൂടെ അവർക്ക് കാണാൻ അവസരം ഉണ്ടാകട്ടെ. എല്ലാവരും നന്നായിട്ട് നല്ല സാക്ഷി തീരാൻ ഇടയാകട്ടെ. എല്ലാവർക്കും മടങ്ങി വരുന്നത് ആഗ്രഹിച്ചിരിക്കുന്ന ഏത് അനർത്ഥങ്ങളിൽ പെട്ടവരാണെങ്കിലും
ദൈവവചനത്തെ ധിക്കരിച്ചവരാണെങ്കിലും, ദൈവത്തോട് മറുത്ത് പറഞ്ഞാലും, ദൈവത്തെ ത്യജിച്ച് പറഞ്ഞാലും, പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ലോകപ്രകാരം എങ്ങനെ നശിച്ചു പോയാലും നമ്മുടെയൊക്കെ മടങ്ങി വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരുവൻ മാത്രമേ ഈ ലോകത്തുള്ളൂ. അവൻ്റെ പേരാ യേശു ക്രിസ്തു. മടങ്ങി വരാനൊരു മനസ്സ് ഉണ്ടെങ്കിൽ മക്കളെ, നിങ്ങൾ തളരണ്ട. രണ്ട് കൈയും ചേർത്ത് നിർത്തി ആ മാറോട് ചേർത്ത് നിർത്തുവാൻ ഇതാ നിന്നെ നോക്കി നിൽക്കുന്ന എൻ്റെ കർത്താവ് അരികത്തുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ദൈവസ്നേഹം മാറാത്തതാ. അളവുകളില്ലാത്ത സ്നേഹം, അത് യാതൊരു ഉപാധിയും ഇല്ലാത്ത സ്നേഹമാണിത്. വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. ഒന്ന് വിളിച്ചപേക്ഷിക്കാൻ ഒരു മനസ്സുണ്ടാവട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്ന എൻ്റെ സ്വർഗീയ നല്ല ദൈവമേ, ഏറ്റവും അധികം സങ്കടത്തോടെ ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നന്മ നിറഞ്ഞ കാലങ്ങളിൽ കർത്താവെ കരുതേണ്ടവരെയൊക്കെ കരുതി, സ്നേഹിക്കേണ്ടവരെ സ്നേഹിച്ച്, കർത്താവെ അവർക്ക് വേണ്ടി എല്ലാമായി തീർന്ന് എല്ലാവിധത്തിലും അവർക്കൊക്കെ നല്ലൊരു കാലം ഉണ്ടാകുവാൻ പരിശ്രമിച്ചു. എന്നാൽ കർത്താവെ, എൻ്റെ വീഴ്ചയെങ്കിൽ അവരെനിക്കായി കുഴി കുഴിച്ച് അവരെന്നെ നിന്ദിച്ച് എനിക്ക് മുമ്പിൽ സന്തോഷിക്കുമ്പോൾ, കർത്താവെ ഇന്ന് ഈ വചനം ആര് കേൾക്കുന്നുവോ ഇതേ അനുഭവത്തിലൂടെ പോകുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദാവീദ് രാജാവ് ദൈവസന്നിധിയിൽ ഇന്ന് അപേക്ഷിച്ചതുപോലെ എൻ്റെ കർത്താവെ ദൈവസ്നേഹം വർണ്ണിക്കുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരുടെയും കുറവുകൾ കണക്കിലെടുക്കാതെ എത്രത്തോളം കരുതി, എത്രത്തോളം സ്നേഹിച്ചു, എത്രത്തോളം ആശ്വസിപ്പിച്ചു, അവർക്കൊക്കെ വേണ്ടി എന്തേരം ഉപവസിച്ചു, അവർക്ക് വേണ്ടി എന്തേരം പ്രാർത്ഥിച്ചു, അവർക്ക് വേണ്ടി എത്രമാത്രം ദൈവത്തോട് ചേർന്ന് നിന്ന് ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് അവരെ കരുതി. എന്തേ കർത്താവെ, കരുതിയ മക്കളുടെ ഒരു പ്രാർത്ഥനയാണല്ലോ ഇത്. ഹല്ലേലൂയ, സ്തോത്രം. ദാവീദ് രാജാവ് കരുതിയിട്ടാണല്ലോ ഈ പ്രകാരം പ്രാർത്ഥിക്കുന്നത്. ഇന്ന് ദൈവസന്നിധി പ്രാർത്ഥിക്കുക. ഈ കരുതൽ അനുഭവിച്ച മക്കൾ ആരെങ്കിലും എവിടെയെങ്കിലും ഇരുന്ന് ഈ ശുശ്രൂഷ കൂടുന്നുണ്ടെങ്കിൽ, കർത്താവെ നിന്നെ വിട്ടകന്നു പോയ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്ത് എൻ്റെ പിതാവേ, എൻ്റെ കർത്താവിൻ്റെ സ്നേഹമല്ലാതെ ഈ മക്കളെ കാത്തിരിക്കാൻ ആരുമില്ല. നിന്നെ വിട്ടെത്രത്തോളം അകന്നു പോയാലും, നിന്റെ നാമത്തെ ദൂഷിച്ചു പോയാലും, പഴിച്ചു പോയാലും, ഭൂമിയുടെ അറ്റത്ത് നിന്ന് വിളിച്ചപേക്ഷിച്ചാൽ ഉത്തരം തരുന്ന ഒരു ദൈവമാണ് തൻ്റെ ദൈവമെന്ന് ഇന്ന് നിന്റെ മക്കൾക്ക് ഇത് കേട്ടിരിക്കുന്ന സമയത്ത് തന്നെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഇറങ്ങി വന്ന് നിന്റെ മക്കളെ ബോധ്യപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, സ്തോത്രം കർത്താവേ. എല്ലാവരെയും കരുതി, തൻ്റെ വീഴ്ചയെങ്കിൽ കരുതുവാൻ ആരും ഉണ്ടായിരുന്നില്ല. എല്ലാവരെയും സ്നേഹിച്ചു. എന്നാൽ തൻ്റെ സങ്കടത്തിൽ ഒരാശ്വാസവാക്ക് പറയാൻ വേണ്ടി കൂടെ നിൽക്കും എന്ന് പറഞ്ഞവരാരും കൂടെ നിന്നില്ല. ആ വീഴ്ചയെങ്കിൽ സന്തോഷിച്ച് നിൽക്കുമ്പോൾ കർത്താവെ എല്ലാം സഹിച്ചുകൊണ്ട് എല്ലാവർക്കും വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല ഒരു ശുശ്രൂഷകനെ നിങ്ങൾ ദാവീദ് രാജാവിൽ കൂടി കാണുന്നു കർത്താവെ. ഏഴകളെ പൊടിയോളം താഴ്ത്തുന്നു കർത്താവെ. ദൈവമായ കർത്താവെ, ഈ സമയത്ത് ഈ ശുശ്രൂഷ കൂടിക്കൊണ്ടിരിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കൾ എവിടെ ഇരുന്ന് ഈ ശുശ്രൂഷ കൂടുന്നുവോ, ദൈവസന്നിധി വിട്ടകന്നു പോയവരും, ദൈവത്തെ മറന്നു പോയവരും, കർത്താവെ ദൈവനാമത്തെ ദൂഷിച്ചു പോയവരും എല്ലാവരും വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് സങ്കടത്തോടെ ഇത് കേൾക്കുവാനിടയാകുമ്പോൾ അടിയൻ വിശ്വസിക്കുന്നു കർത്താവെ, എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹം നിൻ്റെ മക്കളോട് ചേർന്ന് ഉണ്ടെന്ന്. ഒന്ന് മടങ്ങി വരുന്ന മനസ്സ് കർത്താവിൻ്റെ മക്കൾക്കുണ്ടെങ്കിൽ ആമേ സ്തോത്രം, ആ മാറോട് ചേർത്ത് ആ ഇരു കൈകളും ചേർത്ത് പിടിച്ച് ചേർത്ത് അനുഗ്രഹിച്ച് കർത്താവെ ആ ശിരസിൽ ഉമ്മ വെച്ചുകൊണ്ട് മാറോട് ചേർത്ത് നിർത്തുന്ന പൊന്നു തമ്പുരാൻ്റെ വാത്സല്യം അത് നിൻ്റെ മക്കൾക്ക് അനുഭവിക്കാനുള്ള ഭാഗ്യം ദൈവം ഒരുക്കിയിട്ടുള്ളതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എത്ര സങ്കടത്തിലിരുന്നു കൊണ്ടാണ് ഈ ശുശ്രൂഷ കൂടുന്നത്. നിൻ്റെ മക്കളുടെ സങ്കടങ്ങളെ മാറ്റി കൊടുക്കണമേ കർത്താവെ. എല്ലാവരെയും കരുതി, പക്ഷേ ഇന്ന് കർത്താവെ കരുതുവാൻ ആരുമില്ല. എല്ലാവർക്കും ആശ്വാസവാക്ക് പറഞ്ഞു. ഇന്ന് ഈ നിന്നയും പരിഹാസവും ദുഃഖങ്ങളും ഞെരുക്കങ്ങളും വന്നപ്പോൾ ആശ്വസിപ്പിക്കാൻ ആരുമില്ല. എന്നാൽ ഈ തിരുവചനത്തിൻ്റെ മുമ്പിലിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്ന മക്കളെ സ്വർഗത്തിലെ ദൈവമേ ഇപ്പോൾ തന്നെ ദൈവം അനുഗ്രഹിച്ച് നിറയ്ക്കുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നിൻ്റെ മക്കൾ മനസ്സിലാക്കുന്ന കർത്താവെ, ഞാൻ വിളിക്കുന്ന ദൈവം വിശ്വസ്തനാണെന്ന്. അതെ, നിൻ്റെ മക്കൾ മനസ്സുകൊണ്ട് ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരുന്ന മക്കളെ എല്ലാവരെയും കർത്താവെ ഈ സമയത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും വലിയ സാക്ഷിക്ക് ഒരുക്കണേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, സ്തോത്രം.